ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ടാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഫസ്റ്റ് 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു നന്ദിയുണ്ട്. പിന്നെ ഇനിയും നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് കഴിഞ്ഞ ദിവസം ഗാർഡനിങ്ങിൻ്റെ കുറച്ച് മേക്ക് ഓവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ആരെങ്കിലും കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഫോട്ടോസിൽ കണ്ട പോലത്തെ ബോക്സസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഈ മരത്തിൻ്റെ റീപ്പറുകളാണ്. അപ്പോൾ ഇത് എവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കട്ടില ജനലൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത് കൂടുതൽ ഇത് വേസ്റ്റ് ആയിട്ട് വരുന്ന കുറേ പീസസ് ആണ്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഭംഗിയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ബോക്സിൻ്റെ അളവും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഇതുപോലത്തെ 2 ചട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്യൂട്ടായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിക്ക് ആണ് ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒരു ബോക്സിനായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള പോർഷനിൽ ഒരു 22.5 സെൻറ്റിമീറ്റർ വരുന്ന 3 വുഡൻ റീപ്പറിൻ്റെ പീസ് വേണം. അപ്പോൾ ഈ 2 സൈഡ് വരെ കവിഞ്ഞ് നിൽക്കുന്ന രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ 2 സൈഡുകളിലോട്ടായിട്ട് 11 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 6 പീസും കൂടെ വേണം. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലോട്ട് വേണ്ടത് ഒരു 21 സെൻറ്റിമീറ്ററിൻ്റെ 3 കഷ്ണം കൂടി വേണം ബാക്ക് സൈഡിലോട്ട്. അത് ഉള്ളിൽ നിൽക്കുന്ന രീതിക്ക് ആയതുകൊണ്ടാണ് 21 സെൻറ്റിമീറ്റർ വന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോർണറിൽ ഉള്ളിൽ കോർണറിൽ വെക്കാനായിട്ട് ഇതിൻ്റെ ഹൈറ്റ്, ചട്ടീൻ്റെ ഹൈറ്റിനനുസരിച്ച്, അതൊരു 10.5 സെൻറ്റിമീറ്ററാണ് ഈ ചട്ടിക്ക് ഹൈറ്റ് വരുന്നത്. ആ ഒരു ഹൈറ്റ് അനുസരിച്ച് അതിൻ്റെ ഉള്ളിലെ കോർണറിലേക്ക് ഒരു 4 പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു വുഡൻ റീപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പീസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ടുള്ളതും 2 സൈഡിലോട്ടുള്ളതും പിന്നെ ഫ്രണ്ടിലോട്ടുള്ളതും പിന്നെ ആ ഉള്ളിൽ വരുന്ന 4 കോർണറിൻ്റെ ചെറിയ പീസുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പീസുകളൊക്കെ വെച്ചിട്ട് ഇനി ഒരു ബോക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സൈഡിലോട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 11 സെൻറ്റിമീറ്ററിൻ്റെത് അതും പിന്നെ ആ കോർണറിലോട്ടുള്ള പീസും ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായ എഡ്ജസിൽ തന്നെ വെച്ച് നല്ലപോലെ മുള്ളാണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ അത് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ 2 സൈഡിലോട്ടുള്ള പീസുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ വുഡൻ റീപ്പറും എടുത്തിട്ട് ആ ചെറിയ കോർണർ പീസ് ഇത് വെക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ കോർണർ പീസ് വെക്കുക. എന്നിട്ട് അത് ആണിയടിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡും ബാക്ക് സൈഡും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തമ്മിൽ ഇതുപോലെ ആണിയടിച്ച് യോജിപ്പിച്ചെടുക്കാം. സൈഡിലെ പീസും സൈഡും നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലോട്ടുള്ളത് വെക്കാനാണ്. അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ളത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതും നല്ലപോലെ തന്നെ ആണിയടിച്ച് വെക്കുക. ഇനി നമുക്കിതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ താഴത്തോട്ട് ഊർന്ന് പോകാതിരിക്കാനായിട്ട് അടിയിലൊരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു 21 സെൻറ്റിമീറ്റർ വരും. അത് നിങ്ങൾ എല്ലാ ബോക്സ് അടിച്ച് കഴിഞ്ഞിട്ട് അടിയിൽ അളന്ന് നോക്കി മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് 2 സൈഡിൽ ആണി അടിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പോളിഷിങ്ങിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം. പോളിഷ് ചെയ്യാൻ നേരം സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം മെഷീനൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുക. കൂടുതൽ അങ്ങനെ പോളിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാലും കുറച്ചൊക്കെ പറ്റുന്ന രീതിക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാനിവിടെ മെഷീൻ വെച്ചിട്ട് സൈഡൊക്കെ നല്ലപോലെ കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോളിഷ് ചെയ്യാൻ നേരം നമ്മൾ മെയിനായിട്ടും 2 സൈഡും ഫ്രണ്ട് സൈഡും മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് കാണുന്ന ആ വശം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ചെടിയൊക്കെ വെച്ച് ചെയ്യാൻ നേരം ഉൾവശവും ബാക്ക് സൈഡും ഒന്നും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ പോളിഷ് ചെയ്യുന്നതുകൊണ്ട് വെറുതെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം മുകളിൽ. അതായത് നമുക്കിത് സ്ക്രൂ ചെയ്ത് വെക്കാനുള്ളതാണ് മതിലിൽ. അപ്പോൾ അതിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ജോയിൻസൊക്കെ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്ലെക്സ് ക്യൂക്കാണ്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ട് ആ ഒരു ജോയിൻറ്റും തന്നെ എല്ലാ ഭാഗങ്ങളിലും ജോയിൻ്റുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കുറച്ച് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ജോയിൻസൊക്കെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല, കുറേ നാൾ തന്നെ ഇത് ഈട് നിൽക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വാർണിഷ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിനൊരു 500 മില്ലി 130 രൂപ വരും. അപ്പോൾ ഒരു വാർണിഷ് എടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ടർപ്പൻറ്റൈനിൻ്റെ കുപ്പി കൂടെ വേണം. അപ്പോൾ നമ്മൾ വാർണിഷ് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു 25-30% ടർപ്പൻറ്റൈനും കൂടെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ വുഡിലോട്ട് അപ്ലൈ ചെയ്യാൻ. ഇനി വാർണിഷ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷിൽ ഇതെടുത്തിട്ട് എല്ലായിടത്തും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന വാർണിഷൊക്കെ ഇങ്ങനെ നല്ലപോലെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ആ വാർണിഷ് അടിച്ച ഭാഗം നല്ല സ്മൂത്തായിട്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടും അതുപോലെ പിന്നെയും തേർഡ് കോട്ട് അടിക്കണമെങ്കിൽ തേർഡ് കോട്ടും അടിച്ചെടുക്കുക. നല്ലപോലെ കളർ വെച്ച് നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ ഈ കാണുന്ന ബോക്സ് ഫസ്റ്റ് കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിച്ചെടുത്ത ബോക്സാണിത്. അപ്പോൾ ഞാനിതിന് തേർഡ് കോട്ട് അടിക്കണുണ്ട്. ഇതിന് തേർഡ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തേർഡ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ബോക്സ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല തിളക്കം തന്നെ ഉണ്ട്, നല്ല കളറും ഉണ്ട് മരത്തിന്. അപ്പോൾ നമ്മൾ മരം പോളിഷ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഇതിന് മുകളിൽ വാർണിഷും കൂടെ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ വെക്കുള്ളൂ. അപ്പോൾ നമുക്കിതിന് മതിലിലേക്ക് ഇതൊന്ന് മൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇത് എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ആ ഹോളിൽ കൂടി ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഗ്രിപ്പ് വെച്ചിട്ട് ആ ബോക്സ് അവിടെ വെച്ച് ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മണി പ്ലാന്റ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 6 ചട്ടി 3 ബോക്സ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ചട്ടി മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല, നമ്മൾ വെള്ളം നനച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ മരം ചീത്തയായി പോകില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും പെട്ടെന്ന് ഉണ്ടാവില്ല. എന്തായാലും കുറേ കാലം ഇത് എന്തായാലും നിൽക്കും. ഇതത്ര പാഴ്മരമൊന്നുമില്ല. നമ്മൾ എന്തായാലും ഈ കട്ടിലും ജനലൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സെയിം മരം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ബാക്കി വരുന്ന പീസാണ് നമ്മൾ എടുത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല മരമായതുകൊണ്ട് കുറേ നാൾ നിൽക്കും ഇത്. പിന്നെ പോരാത്തിന് നമ്മൾ വാർണിഷും എല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഈട് നിൽക്കുന്ന ബോക്സസാണിത്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ